നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ടാവും യൂറോപ്യൻ യൂണിയന്റെ പുതിയ ഡിഫൻസ് ബഡ്ജറ്റ്. അതായത് നാറ്റോയിലേക്ക് ഫിനാൻഷ്യൽ കാശ് കൊടുക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപും അമേരിക്കയും യുദ്ധത്തിൽ സഹായിക്കില്ല എന്നുള്ള ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം യൂറോപ്യൻ യൂണിയന് മനസ്സിലായി കളി മാറി. യൂറോപ്യൻ യൂണിയൻ ഇത്രയും കാലം നേറ്റോയിൽ അമേരിക്കയുടെ കാരണം ശരി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യണ്ടല്ലോ, ഓസിന് സെക്യൂരിറ്റി കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. 34 വർഷമായിട്ട് ആ കളി അവിടെ നിന്നു. അപ്പൊ അവര് തീരുമാനിച്ചിരിക്ക പുതിയ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു. 800 ബില്യൺ യൂറോന്റെ ഡിഫൻസ് ബഡ്ജറ്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇപ്പത്തെ നാണക്കേട് മറിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് പ്രാക്ടിക്കൽ ആണോ? പ്രാക്ടിക്കൽ ആണെങ്കിൽ ഹൗ വിൽ ദ ട്രൈ ടു ഡു ഇറ്റ്? അവരെങ്ങനെയാ ഇത് ചെയ്യാൻ നോക്കുക? $800 ബില്യൺ, 800 ബില്യൺ യൂറോ എന്ന് വെച്ചാൽ ഒരു വലിയൊരു സംഖ്യയാണ്. അതുകൊണ്ട് ആക്ച്വലി വലിയൊരു ഡിഫൻസ് ബഡ്ജറ്റ് വെച്ചിട്ട് നല്ലൊരു ഡിഫൻസ് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? അവര് പറയുന്നത് 80% യൂറോപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സി, കാശ് മാത്രം പോരാ, ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ഉണ്ടാവണം. അതായത് ഫാക്ടറികൾ ഉണ്ടാവണം. ഫാക്ടറികളിൽ ട്രെയിൻഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും ടെക്നീഷ്യൻസും ഉണ്ടാവണം. അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വരുന്ന സാധനമല്ല. അതിലും വർഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. യൂറോപ്പില് നല്ല തകൃതിയായുള്ള ഡിഫൻസ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഫ്രാൻസിന്റെ ലെക്ലർക്ക് ടാങ്ക്സ്, ജർമ്മനിയുടെ ടാങ്ക്സ്, ഇറ്റലിയുടെ ടാങ്ക്സ്, അവരുടെ വെപ്പൺ സിസ്റ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ 35 വർഷങ്ങളിൽ പൂട്ടിക്കിടക്കാണ്. എന്നാ അവര് ചോദിച്ചു, അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം ടെക്നോളജിക്കൽ ഡെമോൺസ്ട്രേറ്റേഴ്സ് ആയിട്ട് ഉണ്ടാക്കാം, നമുക്ക് വലിയ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ആവശ്യമില്ലല്ലോ. ആ കാശ് അവര് സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് മാറ്റി. ഇനി അവർക്ക് ഒന്നിന്ന് തുടങ്ങണമെങ്കിൽ, ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി മുഴുവൻ ഒന്നിന്ന് തുടങ്ങണമെങ്കിൽ എത്ര വർഷങ്ങളുടെ എഫേർട്ട് വേണ്ടി വരും? ഈ വർഷങ്ങളുടെ എഫേർട്ട് ഒരു മിനിമം ഒരു 10 വർഷത്തിന്റെ എഫേർട്ട് വരും. ഈ 800 ബില്യൺ യൂറോസിന് അനുസരിച്ചുള്ള ഡിഫൻസ് സ്പെൻഡിങ് ഒരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. റഷ്യക്ക് തന്നെ ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിട്ട് 3 വർഷം എടുത്തു അവരുടെ പ്രൊഡക്ഷൻ വാർ ഫൂട്ടിങ്ങിലേക്ക് എത്തിക്കാൻ. യൂറോപ്പിന് കുറഞ്ഞത് 10 വർഷം വരേണ്ടി വരും. അതിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താന്ന് വെച്ചാല് അവരെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായത് ബഡ്ജറ്റ് അലൊക്കേഷൻ എങ്ങനെ നിർക്കും. യൂറോ ഫൈറ്റർ ടൈക്കൂൺ യൂറോ ഫൈറ്റർ ടൈഫൂൺ എന്ന യൂറോപ്യൻ യൂണിയന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ട്. ബ്രിട്ടനും ഫ്രാൻസും സ്പെയിനും എല്ലാവരുടെയും കൂടി ഒരുമിച്ചുള്ള കോമ്പിനേഷനാണ് അത്. ശരിക്കും ഒരു കമ്മിറ്റി വെച്ചിട്ട് ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോ അതില് ഓരോ ശതമാനം കാശും ഓരോ രാജ്യങ്ങൾ പറയും എനിക്കിത് വേണം, ഈ ബഡ്ജറ്റ് എന്റെ രാജ്യത്ത് അലോക്കേറ്റ് ചെയ്യണം. മനസ്സിലായോ? 800 ബില്യൺ പൗണ്ട് എല്ലാരും കൂടി ഒരുമിച്ച് ചെലവാക്കുമ്പോൾ അതിലത്തെ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് സ്വന്തം രാജ്യത്തിലേക്ക് ആക്കാനേ അവർ ശ്രമിക്കുന്നുള്ളൂ. അതില് കോമ്പണന്റിന്റെ ക്വാളിറ്റിയിലല്ല ശ്രദ്ധ. അതായത് എന്റെ രാജ്യത്തിൽ വരണം, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടാവും. അമേരിക്കയിലത്തെ ഡിഫൻസ് ബഡ്ജറ്റിന്റെ കളി ഇതൊക്കെ തന്നെയാണ്. പുതിയ ഒരു വാർഷിപ്പ് ഉണ്ടാക്കുന്നത് നേവിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, ആ ഷിപ്പ്യാർഡ് കിടക്കുന്ന സംസ്ഥാനത്തിന്റെ സെനറ്റേഴ്സിനും അസംബ്ലിക്കാർക്കും വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു ഷിപ്പ് ഉണ്ടാക്കാൻ വെച്ചാൽ ഒരു ആയിരക്കണക്കിന് ജോലി ഇവിടെ വന്നൂലോ. അതേ ലോജിക്കാണ് ഇവിടെ നടക്കാൻ പോണത്. അപ്പോ ഈ കൺഫ്യൂഷൻസിൽ ആർക്കാണ്, ഏത് രാജ്യത്താണ് കൂടുതൽ കാശ് കിട്ടുക എന്നുള്ള ഒരു വടംവലി നടക്കും. അത് തന്നെ പോകും 2-3 വർഷം. ഏഹ് പിന്നെ അടുത്ത പോയിന്റ്, ഇതിൽ കാശ് കൂടുതലും ചെലവാക്കാൻ പോകുന്നവരാണ് ഫ്രാൻസും ജർമ്മനിയും. അപ്പൊ അവര് പറയില്ലേ ഞങ്ങൾക്ക് വേണം ഏറ്റവും കൂടുതൽ വെപ്പൺസ് സിസ്റ്റംസ് എന്ന്, ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് ഞങ്ങൾക്ക് വേണമെന്ന് പറയും. അപ്പൊ ബാക്കിയുള്ള രാജ്യക്കാരോ, അവരത് ഹാപ്പി ആയിരിക്കോ? പിന്നെ ഇതിന്റെ കോമൺ ഫണ്ടും എല്ലാം കൂടി ആവുമ്പോ യൂറോപ്പ് റീമിലിറ്ററൈസ് ആവുമ്പോ ഒരു പ്രീ ഫസ്റ്റ് വേൾഡ് വാർ സിറ്റുവേഷനിലേക്ക് വീണ്ടും വരുമോ? സാധ്യതയുണ്ടോ? കാരണം കഴിഞ്ഞ 80 വർഷം കൊണ്ട് കുമ്പായ പൊട്ടി വളർന്നോ യൂറോപ്പില്? എനിക്ക് സംശയമുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ തീരില്ലല്ലോ. നൂറ്റാണ്ടുകളോളം ഫൈറ്റ് ചെയ്ത ആൾക്കാര് ആ സിറ്റുവേഷൻസ് വീണ്ടും വന്നാൽ വീണ്ടും ഫൈറ്റ് ചെയ്യാം. അതൊക്കെ വെറും പൊള്ളയായ വ്യാമോഹങ്ങളായി ഇന്ന് തള്ളിക്കളയാം. പക്ഷെ ഇതിൽ മെയിൻ ചോദ്യം ഇതാണ്,
ഹൗ വിൽ ദ ബഡ്ജറ്റ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്, എങ്ങനെ എവിടെ ബഡ്ജറ്റ് ഡിസ്ട്രിബ്യൂട്ടർ വെദർ ഇറ്റ് ബി എഫക്റ്റീവ്ലി ഡൺ. ഒരു കോർപ്പറേഷൻ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണ പോലെയല്ല ഒരു കമ്മിറ്റി വെച്ച് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണത്. യു ഹാവ് ടു ഹാവ് എ ക്യാപിറ്റലിസ്റ്റിക് അപ്രോച്ച് ഫോർ മാനുഫാക്ചറിങ്, യു കനോട്ട് ഡു ഇറ്റ് ഇൻ എ സോഷ്യലിസ്റ്റ് വേ. അത് നമ്മുടെ കേരളത്തിലത്തെ ഓരോ സംരംഭങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ 800 ബില്യൺ യൂറോസിന്റെ ഡിഫൻസ് ബഡ്ജറ്റ് അനൗൺസ് ചെയ്യണമെങ്കിൽ, അതായത് 800 ബില്യൺ യൂറോസ് അവർ കടമെടുക്കുകയാണ്. അപ്പൊ ഈ രാജ്യങ്ങളുടെ എല്ലാം ഡെറ്റ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടും. അവരുടെ ഒരു ഇൻഫ്ലേഷണറി ഫോഴ്സ് ആണ് വരുന്നത്. അത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റീവ് റിട്ടേൺസ് കിട്ടുന്ന സാധനത്തിലല്ല, ഡിഫൻസിലേക്കാണ് സ്പെൻഡ് ചെയ്യണത്. സോ ദർ ഇസ് നോ റിട്ടേൺസ്. ഇറ്റ്സ് ലൈക്ക് ഗിവിംഗ് മണി ടു ഇൻഷുറൻസ്. ഇൻഷുറൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ലാഭമൊന്നും കിട്ടാൻ പാടില്ല, കയ്യിൽ നിന്ന് പോക്കൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോ ഈ ഡെറ്റ് സർവീസ് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ ബഡ്ജറ്റിൽ ബാക്കി അലൊക്കേഷൻസ് കുറയ്ക്കേണ്ടി വരും. അത് കുറയ്ക്കണ എവിടെയായിരിക്കും? അതിന് 34-40 വർഷമായിട്ട് അവർ പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്ക്. അത് ചെയ്യുമ്പോ അവരുടെ പോപ്പുലേഷൻ ഇമ്പാക്ട് എന്തായിരിക്കും? അവരിപ്പോ വാരിക്കോരി മൈഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ എന്ത് സംഭവിക്കും? ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഓൾറെഡി എക്കണോമിക് റിസഷൻ കാരണം അവിടെ റൈറ്റ് വിങ് പാർട്ടീസ് ശക്തി കൂടി വരികയാണ്. അതിന് ഒരു ആക്സലറേഷൻ ആയിട്ട് മാറും ഈ ഒരു സംഭവം. ഇതും ആലോചിക്കേണ്ട കാര്യമാണ് ശരിക്കത്. ഉം. പിന്നെ വേറൊരു ഫാക്ടർ ഉണ്ട്. ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി കൂട്ടണത് ആക്ച്വലി ഇവർക്ക് സാധിക്കും. കാരണം അമേരിക്കയെ പോലെ ബാക്കിയുള്ള പല രാജ്യങ്ങളെ പോലെ അവർക്ക് ലേബർ ഷോർട്ടേജ് വരാൻ സാധ്യതയില്ല. കാരണം മില്യൺസ് ഓഫ് മൈഗ്രൻസ് ആണ് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഫ്രാൻസിലും ജർമ്മനിയിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോ ഈ കണ്ട ഫാക്ടറികളിലൊക്കെ ശമ്പളത്തിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ലേബർ ഫോഴ്സ് അവർക്ക് ഉണ്ട്. പക്ഷെ ആ ലേബർ ഫോഴ്സുകളും ജോലികളും പോകുന്നത് മൈഗ്രൻസിനാവുമ്പോ അവിടുത്തെ ആൾക്കാർക്ക്, അവിടുത്തെ ഈ വൈറ്റ് കൊക്കേഷ്യൻ റൈറ്റ് വിങ് ഗ്രൂപ്പ്സ് അവര് മിണ്ടാതിരിക്കോ? അതൊരു അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ? ഇപ്പോഴേ ഓൾറെഡി നമുക്കറിയാം റൊമാനിയയിൽ ഇപ്പൊ നടക്കുന്നത്. റൊമാനിയയിലത്തെ ഒരു റൈറ്റ് വിങ് പൊളിറ്റീഷ്യനെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻസിലേക്ക് നിൽക്കുന്നതിന് തടഞ്ഞിരിക്കുകയാണ്. അതിന്റെ പുറകിൽ ഇലോൺ മസ്കും ഇവരായിട്ട് റൊമാനിയായിട്ട് അടി നടക്കുന്നുണ്ട്. ഫ്രാൻസില് മെക്രോന്റെ വലിയ കാര്യമുള്ള വീമ്പായിരുന്നു എന്താ ഉക്രൈനിലേക്ക് പട്ടാളക്കാരെ അയക്കും. ഫ്രഞ്ച് ജനത പ്രതിഷേധിച്ചു, പറ്റില്ല, നമ്മൾ സമ്മതിക്കില്ല ഫ്രാൻസ് പട്ടാളം അയക്കാൻ. അപ്പോ ഈ മൈഗ്രൻസ് ഒരു വലിയൊരു വിഷയമാണ്. പോളണ്ടിൽ പറഞ്ഞു ഞങ്ങൾ മൈഗ്രൻസ് വെടിവെച്ച് കൊല്ലും, ഇല്ലീഗൽ മൈഗ്രൻസ് ഞങ്ങൾ ബോർഡറിൽ വെച്ച് വെടിവെച്ച് കൊല്ലും, കൊന്നിട്ടുമുണ്ട്. ജർമ്മനിയിലും ഫ്രാൻസിലും റൈറ്റ് വിങ് പാർട്ടീസ് കൂടാനുള്ള ഏറ്റവും വലിയ കാരണം ഈ മൈഗ്രേഷൻ ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഈ വന്ന മൈഗ്രൻസിനെ ലീഗലൈസ് ആക്കിയിട്ട് വർക്ക് ഫോഴ്സ് ആയിട്ട് മാറ്റിയാൽ അവരുടെ എക്കണോമിക് മൊബിലിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇൻ ഹ്യൂമൻ ടേംസ് ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് ഹൗ വിൽ ദ ലോക്കൽ പോപ്പുലേഷൻ റിയാക്ട് ടു ഇറ്റ്? ഇറ്റ്സ് ഗോയിങ് ടു ബി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഈ യു എസ് യൂറോപ്യൻ യൂണിയൻ തർക്കത്തില് ശരിക്കും ഹാപ്പി ആയിട്ട് നടക്കുന്ന ആൾക്കാര് നമ്മുടെ റഷ്യയോ ചൈനയോ ഇന്ത്യയോ ആരുമല്ല, ടർക്കിയാണ്. നമ്മുടെ നാറ്റോന്റെ മിലിറ്ററി സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ യു എസ് കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് മിലിറ്ററി പവർ എന്ന് വെച്ചാൽ ടർക്കിയാണ്. യു എസ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ യൂറോപ്യൻ യൂണിയന് ഒരു എക്സ് എന്നുള്ള ഒരു മിലിറ്ററി ഫോഴ്സ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അതിന്റെ 50% ടർക്കി കാരണം മാത്രമാണ്. ബാക്കി എല്ലാ യൂറോപ്യൻ യൂണിയനിലത്തെ നേട്ടോലത്തെ യൂറോപ്യൻ കൺട്രീസും കൂടി കൂടി ചേർന്നാൽ പോലും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ടർക്കിയുടെ ഒപ്പത്തുള്ളൂ. അപ്പോ യു എസ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ഒറ്റയ്ക്കായിരുന്നു തോന്നിക്കഴിഞ്ഞാൽ അവിടെ ടർക്കിക്ക് ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് കൂടാൻ സാധ്യതയുണ്ട്. 1987 മുതൽ ഒരു പെൻഡിങ് അപ്ലിക്കേഷൻ ഉണ്ട്. ടർക്കി അന്നാണ് യൂറോപ്യൻ യൂണിയൻ ചേരാൻ വേണ്ടിയുള്ള അപ്ലിക്കേഷൻ കൊടുത്തത്. ഇതുവരെ അവരെ അടുപ്പിച്ചിട്ടില്ല. സെയിം പഴയ ഓരോ കാര്യങ്ങൾ തന്നെ. ടർക്കി യൂറോപ്യൻ ആണോ ഏഷ്യൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ. ഈ മുസ്ലിങ്ങള് യൂറോപ്പിലേക്ക് കൂടുതൽ പറഞ്ഞത് ഇവർക്ക് എത്രയാണെങ്കിൽ അത്രക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ആ റേസിസം ഫാക്ടറി ഇപ്പോഴും ഉണ്ട്, അതൊന്നും പോയിട്ടില്ല. ഇമാജിൻ ഈ പേരില് ടർക്കിക്ക് യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കിട്ടിയാലോ?
Even more, what if Turkey is part of the Schengen visa regime? അതായത് ടർക്കിയിലുള്ള ഏതൊരാൾക്കും ഫ്രീ ആയിട്ട് വിസ ഇല്ലാണ്ട് യൂറോപ്പിലേക്ക് എവിടെ വേണമെങ്കിൽ പോവാന്നുള്ള സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പോ മെഡിറ്ററേനിയൻ കടല് കടന്നു വന്ന സകല ആൾക്കാരും ടർക്കി വഴി ലാൻഡ് ബ്രിഡ്ജ് കൂടി സുഖമായിട്ട് യൂറോപ്പിൽ കയറും. അതും നമ്മുടെ പഴയ മൈഗ്രന്റ് ഇഷ്യൂ ആയിട്ട് എന്തായിരിക്കും ഇമ്പാക്ട്? വാട്ട് വിൽ ബി ദ സോഷ്യൽ സിറ്റുവേഷൻ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ യൂറോപ്പ് ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഇഫ് ദിസ് ഹാപ്പൻസ്? അങ്ങനെ ടർക്കിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഉം. പിന്നെ US-ന്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. എന്തിനാണ് US ഇങ്ങനെ പറയണത് നിങ്ങൾ കാശ് ചെലവാക്കണം, ഡിഫൻസ് മേടിക്കണം? അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. US-ന് അറിയാം യൂറോപ്പിലത്തെ ഒരൊറ്റ കമ്പനിക്കും പെർഹാപ്സ് ക്രപ്പിന് കുറച്ച് കേപ്പബിലിറ്റി ഉണ്ടാവാം, സാധ്യതയില്ല. ബട്ട് ആക്ച്വൽ ഡിഫൻസ് മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റിയും ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി ആകെയുള്ളത് US-ലത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് മാത്രമേ ഉള്ളൂ. അപ്പൊ 800 ബില്യൺ യൂറോന്റെ ഒരു ബഡ്ജറ്റ് ഇറക്കുകയാണെങ്കിൽ അതിലൊരു 500-600 ബില്യൺ നേരെ US-ലത്തെ കമ്പനികൾ കിട്ടില്ലേ? അതിനു വേണ്ടിയിട്ടാണ് ഈ ഡിഫൻസ് ബഡ്ജറ്റ് ഒക്കെ കൂട്ടുന്നത്. നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ UK-യുടെ വലിയ ഉദാരമായ 2 ബില്യൺ എയ്ഡ് എന്തിനാ? UK-ലത്തെ കമ്പനിക്ക് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ യൂറോപ്യൻ യൂണിയൻ കാശ് ചെലവാക്കുന്നത് അമേരിക്കയിലെ കമ്പനിക്ക് കച്ചവടം കിട്ടാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒരു സതുദ്ദേശമില്ല. ഇതില് ഇന്ത്യക്കും ചെറിയ ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. ഹൈടെക്കിലല്ല, ഹൈടെക് ഡിഫൻസിൽ ഇന്ത്യ എവിടെയില്ല. പക്ഷെ ലോ ടെക്, അമ്യൂണിഷൻ, വെപ്പൺ പാർട്സ്, അങ്ങനത്തെ ചില കാര്യങ്ങളിൽ, എസ്പെഷ്യലി തിങ്സ് ഇൻ വിച്ച് യു ഡോണ്ട് നീഡ് എ ഹൈ ടെക്നോളജി, ഇന്ത്യക്ക് ഒരു എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലും നമ്മൾ ഇസ്രായേലിന് ധാരാളം അമ്യൂണിഷൻസും ആർട്ടിലറി ഷീൽഡ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിറ്റിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ ഇസ്രായേലിന് മേടിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ ഇസ്രായേലിലേക്ക് വിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്സ് ഓരോ വർഷം 10-15% കൂടുന്നത്. അപ്പോ ഈ യൂറോപ്യൻ മാർക്കറ്റും നമുക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വന്നാൽ. ഇതൊക്കെ ആണെങ്കിലും ഒരു ലാർജർ ഗെയിം പ്ലാൻ ഉണ്ടാവുമോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരികയാണ്. കഴിഞ്ഞ 34 വർഷമായിട്ട് അമേരിക്കയുടെ ഒറ്റ പവർ കൊണ്ടാണ് ഇവരെല്ലാവരും തടലത്ത് നിൽക്കുന്നത്. ഇടയ്ക്ക് ട്രംപ് ചോദിച്ച ഒരു വളരെ കാതലായ ഒരു ചോദ്യം അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു ആവശ്യം വന്നാൽ, അതായത് അമേരിക്കയ്ക്ക് ഒരു സെക്യൂരിറ്റി ആവശ്യം വന്നാൽ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ രാജ്യങ്ങളുടെ ഇപ്പത്തെ സെക്യൂരിറ്റി തന്നെ അമേരിക്കക്കാരാണ് ചെയ്യുന്നത്. അപ്പൊ അമേരിക്കയ്ക്ക് ഒരു ത്രെറ്റ് വന്നാൽ ഇവരൊക്കെ കൈമലർത്തേ ഉള്ളൂ. ഇപ്പൊ ഉക്രൈന്റെ കാര്യത്തിൽ യൂറോപ്യൻ കൺട്രീസ് എല്ലാം കൈമലർത്തുന്നത് പോലെ. ഇപ്പോ നാറ്റോ എന്നുള്ള ഒരു സഖ്യകക്ഷിക്ക് ഇപ്പോ ആക്ച്വലി അത് ഇറ്റ്സ് അറ്റ് ഇറ്റ്സ് വീക്കസ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി എല്ലാവരുടെയും ഒരുമിച്ചുള്ള ശക്തിയാണ് വരേണ്ടിയിരുന്നത്. അതായത് നമ്മൾ 4 പേരുണ്ടെന്ന് വിചാരിക്കുക. 4 പേരും കൂടി ഒരു കാറ് തള്ളണം. 4 പേരും കൂടി ഒരുമിച്ച് കാറ് തള്ളിക്കഴിഞ്ഞാൽ സംഭവം വർക്കൗട്ട് ആവും. പക്ഷെ 3 പേര് കാറിനകത്ത് ഇരിക്കുന്നു, ഒരാൾ മാത്രം തള്ളുന്നു. വണ്ടി നീങ്ങോ? ഇല്ല. അപ്പോ ഇത്രയും കാലം തള്ളിക്കൊണ്ടിരുന്ന അമേരിക്ക പറഞ്ഞു ഞങ്ങൾ തള്ളുന്നില്ല, നിങ്ങൾ എന്താച്ചു നോക്കിക്കോ. അപ്പൊ ബാക്കി എല്ലാവരും ഇറങ്ങി തള്ളാൻ തുടങ്ങുമ്പോ വണ്ടിക്കൊരു മൊമെന്റം കിട്ടും. അവര് വണ്ടി തള്ളി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ട്രംപും കൂടി തള്ളിന്ന് വരും. പക്ഷെ അവിടെ വീണ്ടും ചോദ്യം വരുന്നുണ്ട്, എന്തിന്? കാരണം എന്റെ കാഴ്ചപ്പാട്, ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോസിൽ പറയുന്ന എന്റെ കാഴ്ചപ്പാട് പ്രകാരം ഇതൊരു വലിയൊരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. അമേരിക്കയും ചൈനയും മിലിറ്ററി ടേംസിൽ സമാസമം ആവുന്ന ഒരു ലെവലിലാണ്. ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് ചൈന അമേരിക്കയെക്കാളും മുകളിലാണ്. ഈവൻ ഇൻ ടേംസ് ഓഫ് നേവി, ഇൻ ടേംസ് ഓഫ് ദ ഷിപ്സ് ഇൻ ദ വാട്ടർ, ചൈന അമേരിക്കയ്ക്ക് മുകളിലാണ്. പ്രൊഡക്ഷൻ കപ്പാസിറ്റി എല്ലാത്തിലും അമേരിക്കയെക്കാളും മുകളിലാണ് ചൈന. അമേരിക്കക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ആ അഡ്വാൻറ്റേജസ് കാരണം ഇപ്പോ ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഈക്വൽ ആയിട്ട് നിൽക്കുന്നവനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ തോന്നും.
യുദ്ധം ഇല്ലാണ്ടാവണമെങ്കിൽ അതിന് ഡിറ്ററൻസ് ആണ് വേണ്ടത്. അതായത് എനിക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് വിചാരിക്കാം, എന്റെ കയ്യിൽ നല്ലൊരു വടിയുണ്ട്. അപ്പൊ എന്നെ കാണുമെന്ന് വിചാരിക്കും, ഇവനെ തല്ലിയാൽ ആ വടി കൊണ്ട് ചിലപ്പോൾ അടി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെ? ഉദാഹരണം എന്റെ കയ്യിൽ കത്തിയോ വാളാണെങ്കിലോ, അവൻ പിന്നെ ആലോചിക്കാൻ കൂടിയില്ല, എന്നെ തല്ലാൻ വേണ്ടി ആലോചിക്കില്ല. എന്റെ കയ്യിൽ നല്ലൊരു തോക്കുണ്ടെങ്കിലോ, ആ വഴിക്ക് അവന്റെ തലയിൽ ചിന്ത വരുന്നതിനേക്കാൾ മുമ്പേ അവൻ ആ വഴിക്ക് ഓടിപ്പോഴും. ആ ചിന്ത പോലും അവന്റെ തലയിൽ വരില്ല. അമേരിക്കയ്ക്കും നാറ്റോനും ഇന്ന് ഡിറ്ററൻസ് കേപ്പബിലിറ്റി ഇല്ല. ആ ഡിറ്ററൻസ് കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഈ നീക്കം എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. 30 വർഷത്തെ ഹാങ് ഓവറിൽ നിൽക്കുന്ന യൂറോപ്യൻ നേതാക്കന്മാർക്ക് ആ ബുദ്ധി ഉദിച്ചിട്ടില്ല. They are not able to see the future, the war with China. They are not seeing the need for deterring China. ഇന്ത്യക്ക് അറിയാം, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഫിലിപ്പീൻസ്, വിയറ്റ്നാം എല്ലാവരും റിയാർമി ചെയ്യുന്നത്, തായ്വാൻ റിയാർമി ചെയ്യുന്നത്, ജപ്പാൻ റിയാർമി ചെയ്യുന്നത്, എല്ലാവരും റിയാർമി ചെയ്യുന്നുണ്ട്. കാരണം അവർക്കറിയാം ചൈനയുടെ തനിക്കോണം. യൂറോപ്യൻസിന് അറിയില്ല. അവർ വിചാരിക്കുന്നു അത് മറ്റേ ഹെമിസ്ഫിയറിലല്ല, ലോകത്തിന് മറ്റേ സൈഡിലല്ല, വാട്ട് ഡു ദേ ഹാവ് ടു കെയർ. പക്ഷെ അമേരിക്കയ്ക്ക് അറിയാം, കാരണം അമേരിക്ക ഹാസ് എൻ ഇൻട്രസ്റ്റ് ഇൻ പസഫിക്. അപ്പൊ അമേരിക്ക ആലോചിക്കണം, ഇത്രയും കാലം ഞാൻ ഇരുന്നിട്ട് സോവിയറ്റ് യൂണിയനെതിരെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്തു. നാളെ ഒരു 10 വർഷത്തിൽ ഞാനും ചൈനയും തമ്മിൽ യുദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. സോ നാറ്റോ എന്നുള്ള ഒരു ഡിറ്ററന്റ് പവർ വീണ്ടും ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ഇത് സംഭവിക്കണം. 10 വർഷം എടുക്കുമായിരിക്കും, 15 വർഷം എടുക്കുമായിരിക്കും. ബട്ട് ഇൻ ദാറ്റ് 15 years, if the Europe remilitarizes itself, if European NATO becomes a potent component, potent offensive and defensive component, അപ്പോ അമേരിക്കക്ക് വേണമെങ്കിൽ വേഗം കാല് പിടിച്ചോളും. അമേരിക്കയിലത്തെ അപ്പത്തെ നേതാവ് ഇവരുടെ കാല് പിടിക്കും, കാരണം അവരുടെ സ്ട്രാറ്റജിക് ലക്ഷ്യം സംഭവിച്ചു കഴിഞ്ഞു. അതായത് അവരുടെ സഖ്യകക്ഷികള് സ്വന്തം ശക്തി വർദ്ധിപ്പിച്ചു, ഇനി അവരുടെ കാല് പിടിക്കാം. ഇൻ എഫക്ട് എന്തുണ്ടായി? നാറ്റോ ഹാസ് ബിക്കം വൺസ് മോർ എ പവർഫുൾ എൻറ്റിറ്റി ആൻഡ് ചൈന ക്യാൻ ബി എഫക്റ്റീവ്ലി ഡിറ്റേർഡ്. ഈ ഒരു പോസിബിലിറ്റിയാണ് എനിക്കിപ്പോ തോന്നിയത്. നിങ്ങളുടെ റിയാക്ഷൻസ് പറയൂ. താങ്ക് യു.